വൺ. ഗ്രീൻ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ഗ്രീൻ കെമിസ്ട്രിയുടെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പാർട്ട് 1 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്രീൻ കെമിസ്ട്രി എന്താണെന്നുള്ളത് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. കെമിസ്ട്രിയുടെ കെമിക്കൽ പ്രോസസ്സിന്റെ ഒക്കെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഈ ഒരു പാർട്ട് 2 നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഒരു പാർട്ട് 2 വരുന്നത്. ഫസ്റ്റ് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി, ദെൻ ഈ ഒരു കോൺസെപ്റ്റ്സ് ഓഫ് ആറ്റം എക്കോണമി, ദെൻ സമ്മറി, ടെർമിനൽ ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് ഈ ഒരു ഫിഗർ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രിക്ക് 12 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. പോൾ അനാസിസ് ആൻഡ് ജോൺ വാർണർ എന്ന രണ്ട് സയന്റിസ്റ്റുകളാണ് 1998 ഈ ഒരു പ്രിൻസിപ്പിൾസ് ഗ്രീൻ കെമിസ്ട്രിയുടെ 12 പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗൈഡ് ദ ഡിസൈൻസ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ് ദാറ്റ് മിനിമൈസ് ദ യൂസ് ആൻഡ് ജനറേഷൻ ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മനുഷ്യനും അല്ലെങ്കിൽ പ്രകൃതിക്കും ഒക്കെ ദോഷം ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്തിട്ട് ഈ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഡിസൈൻ ചെയ്യുക. അതിനെ ഗൈഡ് ദ ഡിസൈൻസ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ്. ദെൻ ഈ ഒരു കെമിക്കൽസിന്റെ യൂസിനെ തടയുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓരോ പ്രിൻസിപ്പിൾസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ആണ്. വേസ്റ്റിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു പ്രിവെന്റ് വേസ്റ്റ് ദാൻ ടു ട്രീറ്റ് ഓർ ക്ലീൻ ഇറ്റ് അപ്പ് ആഫ്റ്റർ ഫോർമേഷൻ. അതായത് ഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു വേസ്റ്റിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രിവെൻഷനിൽ വരുന്നത്. അപ്പോൾ റിയാക്ഷൻ ഷുഡ് ബി പ്ലാൻഡ് ടു മിനിമൈസ് വേസ്റ്റ് ഓർ ബൈ പ്രോഡക്റ്റ്. അതായത് ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആ ഒരു വേസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രിവെൻഷനിൽ മെയിൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോസ്റ്റ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ ക്യാൻ ബി ഹയർ ദാൻ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫീഡ് സ്റ്റോക്കിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമുക്ക് കിട്ടേണ്ടുന്ന പ്രോഡക്റ്റ് മാത്രം കിട്ടുക, ബൈ പ്രോഡക്ട്സിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഗ്രീൻ കെമിസ്ട്രിയിൽ മെയിൻ ആയിട്ട് വരുന്നത്. വേസ്റ്റ് ഷുഡ് ബി പ്രിവെന്റഡ് വെദർ ഹസാർഡസ് ഓർ നോൺ ഹസാർഡസ്. എന്ന് വെച്ചാൽ നമുക്ക് ദോഷകരമായതാണെങ്കിൽ അല്ലെങ്കിൽ വിഷമുള്ളതാണെങ്കിലോ അല്ലാത്തതാണെങ്കിൽ പോലും അതിനെ വേസ്റ്റിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക, വേസ്റ്റിനെ മാക്സിമം കുറയ്ക്കുക. പ്രിവെൻഷൻ ഈസ് മോർ എഫക്റ്റീവ് ദാൻ ക്യൂർ ഇൻ കെമിക്കൽ പ്രോസസ്. കെമിക്കൽ പ്രോസസ് വഴി ഒരുപാട് സൈഡ് എഫക്ട്സ്, ഒരുപാട് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ അതിനെ തടയുക എന്നുള്ളതാണ് ഈ ഒരു പ്രിവെൻഷനിൽ മെയിൻ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ആറ്റം എക്കോണമിയാണ്. സിന്തറ്റിക് മെത്തേഡ് ഷുഡ് മാക്സിമൈസ് ഇൻകോർപ്പറേഷൻ ഓഫ് ഓൾ മെറ്റീരിയൽസ് ഇൻ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പൊ സിന്തറ്റിക് മെത്തേഡ് ഈ ഒരു ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം 100% ഈൽഡ് ഉണ്ടെങ്കിൽ സം വേസ്റ്റ് മേ സ്റ്റിൽ ബി ജനറേറ്റഡ്. അപ്പൊ നമുക്ക് ഈവൻ വിത്ത് 100% yield സം വേസ്റ്റ് മേ സ്റ്റിൽ ബി ജനറേറ്റഡ്. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ്. പിന്നെ വേസ്റ്റിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അഡീഷൻ റിയാക്ഷനും റീഅറേഞ്ച്മെന്റ് റിയാക്ഷനിലും 100% എഫിഷ്യൻസിയാണ്. അതായത് നമുക്ക് വേസ്റ്റ് വളരെ കുറവായിരിക്കും, 100% നമുക്ക് കിട്ടേണ്ടുന്ന ഡിസൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എലിമിനേഷൻ റിയാക്ഷനിലും വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതും ആറ്റം എക്കോണമിയെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹയർ ആറ്റം എക്കോണമി എന്ന് പറയുന്നത് മോർ എഫിഷ്യന്റ് ആണ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പ്രോസസ് ആയിരിക്കും ഈ ഒരു ഹൈ ആറ്റം എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മോർ എഫിഷ്യന്റ്, അതായത് നമുക്ക് പ്രോഡക്റ്റും 100% ആയിരിക്കും, അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി, അതായത് മനുഷ്യനും പ്രകൃതിക്കും ഒക്കെ നല്ലതായിട്ടുള്ള അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലെസ് ഹസാർഡസ് കെമിക്കൽ സിന്തസിസ് ആണ്. യൂസ് ആൻഡ് ജനറേറ്റ് കെമിക്കൽസ് വിത്ത് ലോ ഓർ നോൺ ടോക്സിസിറ്റി വെനെവർ പോസിബിൾ. നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ ഒട്ടും വിഷമില്ലാത്ത അല്ലെങ്കിൽ ടോക്സിക് അല്ലാത്ത അല്ലെങ്കിൽ ടോക്സിസിറ്റി വളരെ കുറവായിട്ടുള്ള കെമിക്കൽസിനെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ എക്സ്പോഷർ ടു ഹസാർഡസ് സബ്സ്റ്റൻസ് റിക്വയർ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് വിച്ച് ആഡ് ടു ദ കോസ്റ്റ്. ഇപ്പോ ഈ ഒരു ഹസാർഡസ് സബ്സ്റ്റൻസ് ആയിട്ട് അതിന്റെ എക്സ്പോഷർ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആവശ്യമാണ്. ഓക്കെ, അത് ഈ ഒരു മൂന്നാമത്തെ പ്രിൻസിപ്പിൾ വരുന്ന ലെസ് ഹസാർഡസ് കെമിക്കൽ സിന്തസിസ്.
അപ്പൊ ബെറ്റർ ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഹസാർഡസ് ഈ ഒരു എന്തുവാണ് ആ ഒരു വിഷാംശത്തെ അല്ലെങ്കിൽ ആ ഒരു ടോക്സിസിറ്റിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് പകരമായിട്ടുള്ള, അതായത് ഈ ഒത്തിരി ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിനെ മാറ്റിയിട്ട് അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഗ്രീൻ എന്തുവാണ് കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ റെഡ്യൂസിങ് ടോക്സിസിറ്റി ഹെൽപ്സ് ലിമിറ്റ് ഡാമേജ് ഇൻ കേസ് ഓഫ് ആക്സിഡന്റൽ ലീക്സ് ഓർ ഫെയിലേഴ്സ്. അപ്പം ഈ ഒരു ടോക്സിസിറ്റി കുറയ്ക്കുന്നതിലൂടെ നമുക്ക് ആക്സിഡന്റൽ ലീക്കും അതുപോലെ തന്നെ ഫെയിലിയറിൽ ഉണ്ടാവുന്ന ഡാമേജസ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ കെമിസ്റ്റ് ഷുഡ് ഡിസൈൻ മെത്തേഡ്സ് ടു ക്രിയേറ്റ് സേഫർ ലെസ് ടോക്സിക് സബ്സ്റ്റൻസ്. അതായത് കെമിസ്റ്റ് മാക്സിമം എന്താണ് സേഫർ ആയിട്ടുള്ള ടോക്സിക് ഫ്രീ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കെമിസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നാലാമത് വരുന്ന ഡിസൈനിങ് സേഫർ കെമിക്കൽസ്. Chemicals should perform their intended functions while minimizing toxicity. Chemists can now study and design molecules with reduced harmful effect. അപ്പം ഡിസൈനിങ് സേഫർ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഒരു കെമിസ്റ്റ് എന്തുവാണ് കെമിക്കൽസ് കൊണ്ടുവരുമ്പോൾ അത് മാക്സിമം എന്തുവാണ് അതിന് എഫിഷ്യൻസി കൂടുതലായിരിക്കണം, ടോക്സിസിറ്റി മിനിമൈസ് ചെയ്യുന്നതായിരിക്കണം, അതുപോലെ തന്നെ എന്തുവാണ് ഹാംഫുൾ ഇഫക്ട്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മോളിക്യൂൾസിനെ അല്ലെങ്കിൽ കെമിക്കൽസിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. With growing knowledge and tools, toxicity-related structural features can be identified and avoided. എന്നിട്ട് നമ്മൾ എന്തുവാണ് ഇതിനെ പഠനം നടത്തുക, ഇതിൽ ടോക്സിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളതിനെ അവോയ്ഡ് ചെയ്ത് കളയുക, അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അതാണ് ഡിസൈനിങ് സേഫർ കെമിക്കൽസ് എന്ന് പറയുന്നത്. ഫോർത്ത്, അപ്പൊ ടോക്സിസിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ടോക്സിക് പ്രോഡക്ട്സും ബൈ പ്രോഡക്ട്സും ഉണ്ടാവുന്ന ആ ഒരു റിയാക്ഷൻ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ലെസ് ടോക്സിക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ റീപ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ ബയോ അവൈലബിലിറ്റി റെഡ്യൂസ് ചെയ്യുക. അതായത് മോഡിഫൈങ് മോളിക്യൂൾസ് സോ ദേ കാനോട്ട് റീച്ച് ഓർഗൻസ് ലൈക്ക്, അതായത് നമ്മളത് വരുന്ന ക്ലാസ്സുകളിൽ വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ അത് പഠിക്കും. അതായത് ചില കെമിക്കൽസ് ആണെങ്കിൽ ചില മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ അക്വാട്ടിക് ആയിട്ടുള്ള ആനിമൽസിന്റെയോ ഫാറ്റ് ടിഷ്യൂസിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് അടുത്ത ജനറേഷനിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ജീവിയെ കഴിക്കുന്ന അടുത്ത ഒരു ജീവിക്ക് ഇത് ട്രാൻസ്ഫർ ആയി പോയി ഈ കെമിക്കല്. അപ്പൊ ആ ഒരു ബയോ അവൈലബിലിറ്റിയെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ബയോ അക്യുമുലേഷൻ എന്ന് പറയും. അപ്പോൾ ലിവർ, ലങ്സ് പോലുള്ള ഓർഗൻസിലൊക്കെ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് തടയുന്നതിന് കാരണമാവും. അതുപോലെ തന്നെ ഇത് ടിഷ്യൂസിൽ അബ്സോർബ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സേഫർ സോൾവെന്റ്സ് ആൻഡ് ഓക്സിലറീസ്. ഓക്സിലറി സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ സോൾവെന്റ് സെപ്പറേഷൻ ഏജന്റ് ഷുഡ് ബി അൺനെസസറി വെൻ എവർ പോസിബിൾ, നോൺ ടോക്സിക് ആൻഡ് ഹാംലെസ് വെൻ യൂസ്ഡ്. ഇപ്പൊ ഓക്സിലറി സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ സേഫർ ആയിട്ടുള്ള സോൾവെന്റ്സ് ആൻഡ് ഓക്സിലറീസ് ആണ്. ഇപ്പൊ ഓക്സിലറി സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ സോൾവെന്റ്സ് സെപ്പറേഷൻ ഏജന്റ് ഷുഡ് ബി അൺനെസസറി വെൻ എവർ പോസിബിൾ. നമുക്ക് എന്താണ് ഈ ഒരു സോൾവെന്റും സെപ്പറേറ്റിംഗ് ഏജന്റ്സ് ആവശ്യമില്ലാത്തതാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ നോൺ ടോക്സിക് ആൻഡ് ഹാംലെസ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കോമൺ സോൾവെന്റ്സ് ലൈക്ക് ക്ലോറോഫോം, ബെൻസീൻ, അതൊക്കെ എന്തുവാണ് കാർസിനോജനിക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓസോൺ ലെയറിനൊക്കെ വിള്ളലുണ്ടാവുന്നതിനൊക്കെ കാരണമാകും. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം VOC എന്ന് പറയുന്നത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇതെല്ലാം എയർ പൊല്യൂഷൻ, സ്മോഗ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അത് ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാവും. പിന്നെ യൂസ് ഓഫ് സോൾവെന്റ് ഇൻക്രീസ് മെറ്റീരിയൽ കോസ്റ്റ്, എനർജി. അപ്പം സോൾവെന്റിന്റെ യൂസ് കാരണം മെറ്റീരിയൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എനർജി കൺസപ്ഷൻ, ഹീറ്റിംഗ്, കൂളിംഗ്, എനർജി കൂടുതൽ കൊടുക്കേണ്ടി വരും. വേസ്റ്റ് ആൻഡ് ഡിസ്പോസൽ നീഡ്സ്, ഇതൊക്കെ നമുക്ക് കൂടും സോൾവെന്റ് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി മെത്തേഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സൂപ്പർ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ലൈക്ക് സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ് ആസ് എ ഗ്രീൻ സോൾവെന്റ് ആയിട്ട് സൂപ്പർ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുക. സോൾവെന്റ്സ് ബൈ യൂസിങ് മോൾട്ടൺ സ്റ്റേറ്റ് ഓർ സോളിഡ് ഫേസ് റിയാക്ഷൻ. അപ്പം എന്തുവാണ് ഇത് അവോയ്ഡ് സോൾവെന്റ്സ് ബൈ യൂസിങ് മോൾട്ടൺ സ്റ്റേറ്റ് ഓർ സോളിഡ് ഫേസ് റിയാക്ഷൻ. വാട്ടർ ആസ് എ സേഫർ റിയേജന്റ് വെൻ പോസിബിൾ. അപ്പോൾ ഈ ഒരു സോൾവെന്റ്, ഇവിടെ വാട്ടർ സേഫർ ആയിട്ടുള്ള സോൾവെന്റ് ആണ്. അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം ഉപയോഗിക്കുക. എന്തുവാണ് ഒരുപാട് ടോക്സിക് ഇഫക്ട്സ് ഉള്ളത് അല്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള സോൾവെന്റ്സിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള സോൾവെന്റ്, അത് സോളിഡ് സപ്പോർട്ട്സിൽ അറ്റാച്ച് ചെയ്യും. അത് വോളറ്റൈലിറ്റി റെഡ്യൂസ് ചെയ്യും. എയർ കണ്ടാമിനേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിനും കാരണമാവും. ഡെവലപ്മെന്റ് ഓഫ് നോൺ ഹസാർഡസ് പോളിമേഴ്സ് ടു ആക്ട് ആസ് എ സേഫ് സോൾവെന്റ് ഈസ് ഓൺ ഗോയിങ്. അപ്പോൾ എന്താണ് നോൺ ഹസാർഡസ് ആയിട്ടുള്ള പോളിമേഴ്സിനെ, അതായത് സോൾവെന്റ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെ മാക്സിമം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസൈൻസ് ഫോർ എനർജി എഫിഷ്യൻസി.
minimize energy use in chemical process to reduce environmental and economic impact. അതായത് എനർജി യൂസിനെ നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് മിനിമൈസ് ചെയ്യുമ്പോൾ എന്താണ് എൻവയോൺമെന്റിന് അതുപോലെ തന്നെ എക്കണോമിക്കലായിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ആംബിയന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറും പ്രഷർ കണ്ടീഷനിലും ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ട്രഡീഷണൽ കെമിക്കൽ പ്രോസസ് റിക്വയർ, അതായത് നമുക്ക് ചില കെമിക്കൽസ് ഒക്കെ ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹൈ പ്രഷർ കൊടുക്കണം, 300 to 600 വരെയൊക്കെ കൊടുക്കണമെന്ന് പറയത്തില്ലേ. അങ്ങനെ എടുക്കാതെ എന്താണ് ഇത് അതിന് മാക്സിമം എന്താണ് അതിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിൽ ആയിട്ടുള്ളത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ട്രഡീഷണൽ കെമിക്കൽ പ്രോസസ് റിക്വയർ എന്ന് വെച്ചാൽ ഹീറ്റിംഗ്, റിഫ്ലക്സ് റിയാക്ഷൻ, കൂളിംഗ് എന്ന് പറയുമ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ, സെപ്പറേഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റിലേഷൻ, ഫിൽട്രേഷൻ, ഓൾ ഓഫ് വിച്ച് കൺസ്യൂം എനർജി ആൻഡ് റിസോഴ്സസ്. അപ്പം എനർജി കൺസ്യൂം ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ട്രഡീഷണൽ കെമിക്കൽ പ്രോസസ് എല്ലാം എനർജി കൂടുതൽ കൊടുക്കേണ്ടുന്നതാണ്. അപ്പൊ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കാറ്റലിസ്റ്റ് അതിന് പകരമായിട്ടാണ് നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഇത് എന്താണ് എനർജിയുടെ ആവശ്യം കുറയ്ക്കുകയും അതുപോലെ തന്നെ ആക്ടിവേഷൻ എനർജിയെ കുറയ്ക്കുകയും ചെയ്യും. ന്യൂ എനർജി എഫിഷ്യന്റ് ടെക്നോളജി എന്ന് പറയുന്നത് മൈക്രോവേവ് അസിസ്റ്റഡ് സിന്തസിസ്, അതായത് ഫാസ്റ്റർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ സോൾവെന്റ് ഫ്രീ ആണ്, എനർജി കൺസപ്ഷനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ അൾട്രാസോണിക് ആയിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ സോണിക്കേഷൻ, കാറ്റലൈസിങ് സൈക്ലോ അഡീഷൻ ആൻഡ് പെരിസൈക്ലിക് റിയാക്ഷൻ. ഈ ഒരു സൈക്ലോ അഡീഷനും പെരിസൈക്ലിക് റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന അൾട്രാസോണിക് എനർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഫിഷ്യന്റ് ആണ്, എക്സ്പെരിമെന്റൽ സെറ്റപ്പിലൊക്കെ എഫിഷ്യന്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു അൾട്രാസോണിക് എനർജി എന്ന് പറയുന്നത്. പിന്നെ ഓൾട്ടർനേറ്റീവ് റിയാക്ഷൻ റൂട്ട് മാക്സിമം സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് ഗ്രീനും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എന്താണ് നമുക്ക് കെമിസ്ട്രിയിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ് ഈ ഒരു ഓൾട്ടർനേറ്റീവ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് മിനിമൈസ് എന്താണ് ടോക്സിസിറ്റി ആൻഡ് അത് സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഫീഡ് സ്റ്റോക്ക്, റിന്യൂവബിൾ ആയിട്ടുള്ള ഫീഡ് സ്റ്റോക്ക് യൂസ് ചെയ്യുക, അതായത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. യൂസ് റിന്യൂവബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, അതായത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോമാസ് സോഴ്സ്, നോൺ റിന്യൂവബിളിന് പകരം റിന്യൂവബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവുന്നത്. അപ്പൊ അത് നമ്മൾ വീണ്ടും കത്തിച്ച് കളയുമ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് ഇത്രയും എന്താണ് അവിടെ കുറവ് വരികയാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നത് ഭയങ്കര ദോഷമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഇത് ഓസോൺ ലെയറിന് വിള്ളൽ ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ നോൺ സസ്റ്റൈനബിൾ ആണ്. ഇത് പൊല്യൂഷൻ പോലുള്ള എൻവയോൺമെന്റൽ ഹാംസ്, അതുപോലെ ഹെൽത്ത് ഹസാർഡ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നതിന് കാരണമാവും ഈ ഒരു എന്താണ് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സ്. അപ്പോൾ റിന്യൂവബിൾ ആയിട്ടുള്ള ഫീഡ് സ്റ്റോക്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫോസിൽ ഫ്യൂവൽസിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് മൈനിങ് ആൻഡ് ഓയിൽ സ്പിൽസ് ഹാം എക്കോസിസ്റ്റത്തിന് അത് കാരണമാവും. അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നതിന് കാരണമാവും. പിന്നെ നമുക്ക് ഇതിന് ഹൈ എനർജിയും അതുപോലെ തന്നെ കോസ്റ്റ് വേണം. അതിന്റെ എക്സ്ട്രാക്ഷനും പ്രോസസ്സിങ്ങിനും ഒക്കെ ഹൈ എനർജി കൂടുതൽ വേണം, കോസ്റ്റ് കൂടുതലാണ്. പക്ഷെ റിന്യൂവബിൾ സോഴ്സ് ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ പ്ലാന്റ്സിൽ നിന്നോ അഗ്രികൾച്ചറൽ വേസ്റ്റിൽ നിന്നൊക്കെ ആയിരിക്കും ഇത് ഡെറൈവ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ റീജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ പ്രാക്ടീസിലൂടെ നമുക്ക് റീജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് എന്താണ് റിക്വയർ ലാൻഡ് ആൻഡ് എനർജി ടു പ്രൊഡ്യൂസ് സോ മച്ച് ടു ബി യൂസ്ഡ് വൈസ്ലി. അപ്പോൾ നമുക്ക് ഈ റിന്യൂവബിൾ സോഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് വീണ്ടും റീജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എന്താണ് അത് നമുക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ ഗവൺമെന്റ്സ് മേ സബ്സിഡൈസ് ഫോസിൽ ഫ്യൂവൽസ് നൗ ബട്ട് ദെയർ ട്രൂ എൻവയോൺമെന്റ് കോസ്റ്റ് ഈസ് വെരി ഹൈ. നമ്മൾ ഈ ഒരു എന്താണ് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സ്, അതായത് ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ എന്താണ് ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ ട്രൂ എൻവയോൺമെന്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അപ്പൊ ഓൺഗോയിങ് റിസർച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റിന്യൂവബിൾ ആയിട്ടുള്ള ഫീഡ് സ്റ്റോക്സ് ആണ്. അതായത് ക്ലീനർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ കെമിസ്ട്രിയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഓൺഗോയിങ് ഇനിയുള്ള റിസർച്ചുകളെല്ലാം അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാവും. അതായത് അൺനെസസറി ആയിട്ടുള്ള സ്റ്റെപ്സ് ലൈക്ക് ബ്ലോക്കിംഗ്, പ്രൊട്ടക്ടിങ് ആൻഡ് ഡീ പ്രൊട്ടക്ടിങ് ഗ്രൂപ്പ്സ് ഇൻ സിന്തസിസ്. അപ്പൊ അൺനെസസറി ആയിട്ടുള്ള സ്റ്റെപ്സ് ബ്ലോക്കിംഗും പ്രൊട്ടക്ടിങ് ഡീ പ്രൊട്ടക്ടിങ് ഗ്രൂപ്പ് ഇൻ സിന്തസിസിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഡെറിവേറ്റീവ്സ് എന്താണ് സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ ദീസ് സ്റ്റെപ്സ് ഇൻക്രീസ് കെമിക്കൽ യൂസേജ്, എനർജി കൺസപ്ഷൻ ആൻഡ് വേസ്റ്റ്. അപ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം എന്താണ് കെമിക്കൽ യൂസേജും അതുപോലെ എനർജി കൺസപ്ഷനും വേസ്റ്റിനും ഒക്കെ എന്താണ് ഇൻക്രീസ് ചെയ്യിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
ഏറ്റവും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രമാണ് ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഫോർ അച്ചീവിങ് സെലക്ടിവിറ്റി ഓർ സ്റ്റെബിലിറ്റി ഇൻ ദ റിയാക്ഷൻ. ആ ഒരു റിയാക്ഷന് സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ സെലക്ടിവിറ്റിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ മാത്രം ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എന്താണ് ഡെറിവേറ്റീവ്സിനെ റെഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് എട്ടാമത്തെ ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോഷിയോമെട്രിക് ആയിട്ടുള്ള റിയേജൻസിന് പകരം കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് 9ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റ് നമുക്ക് റിയാക്ടിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റും, അതിനെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സൈഡ് പ്രോഡക്റ്റ്, അതായത് നമുക്ക് വേസ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ സെലക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ആക്ടിവേഷൻ എനർജി ലോ എന്താണ് കുറയ്ക്കും. അങ്ങനെ എന്താണ് മോർ എഫിഷ്യന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. പിന്നെ നമുക്ക് കാറ്റലിസ്റ്റിനെ റീയൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ കെമിക്കൽസ്, അതായത് നമുക്ക് കെമിക്കൽസ് റിയാക്ഷൻ നടന്നിട്ട് പ്രോഡക്റ്റ് കിട്ടുമല്ലോ, അപ്പൊ നമുക്ക് അതവിടെ വേസ്റ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യിക്കാനും ഈ കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന 10ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിസൈൻ ഫോർ ഡീഗ്രഡേഷൻ. ഡിസൈൻ കെമിക്കൽസ് ടു ഡീഗ്രേഡ് ഇൻ നോൺ ടോക്സിക് പ്രോഡക്റ്റ് ആഫ്റ്റർ യൂസ്. അപ്പോൾ കെമിക്കൽസിനെ നോൺ ടോക്സിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗത്തിന് ശേഷം ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് 10ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു നമ്മുടെ എൻവയോൺമെന്റിലെ ബയോ അക്യുമുലേഷൻ ആയിട്ട് ഓർഗാനിസത്തിൽ കിടക്കും എന്ന് പറഞ്ഞല്ലോ, അതായത് നമ്മുടെ DDT പോലുള്ളത്, ഇത് ഒരുപാട് വർഷം അത് ഫാറ്റി ടിഷ്യൂസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ ഒരു മത്സ്യത്തിന്റെ ഈ ഒരു ബോഡിയിലാണ്, ഫാറ്റി ടിഷ്യൂസിലാണ് DDT കിടക്കുന്നതെങ്കിൽ അതിനെ കഴിക്കുന്ന അല്ലെങ്കിൽ അതിനെ തിന്നുന്ന അടുത്ത ജീവിക്ക് ആ ഒരു DDTയുടെ എഫക്റ്റ് കിട്ടും. അതുപോലെ പ്ലാസ്റ്റിക്, ഇതൊക്കെയാണെങ്കിൽ എന്താണ് അത് ഈ ഒരു അക്യുമുലേറ്റ് ചെയ്യുവാണ്. അപ്പൊ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് 10ാമത്തെ റൂൾ എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. അത് ഹൈഡ്രോളിസിസിലും ഫോട്ടോളിസിസിലൂടെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ എൻവയോൺമെന്റൽ ആൻഡ് ഹെൽത്ത് ഇമ്പാക്ട്സ് അറ്റ് ദ ഡിസൈൻ സ്റ്റേജ്. ആ ഒരു ഡിസൈൻ സ്റ്റേജിൽ എൻവയോൺമെന്റിലും ഹെൽത്തിനും ഒക്കെ എന്തുവാണ് ഗുണമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മാക്സിമം ചൂസ് ചെയ്യുക. പിന്നെ 11ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിയൽ ടൈം അനാലിസിസ് ഫോർ പൊല്യൂഷൻ പ്രിവെൻഷൻ. ഡെവലപ്പ് ആൻഡ് യൂസ് അനലിറ്റിക്കൽ മെത്തേഡ് ഫോർ റിയൽ ടൈം മോണിറ്ററിംഗ് ഡ്യൂറിംഗ് കെമിക്കൽ പ്രോസസ്. കെമിക്കൽ പ്രോസസ്സിലൂടെ എന്തുവാണ് അനലിറ്റിക്കൽ മെത്തേഡ് ലൂടെ എന്തുവാണ് ഡെവലപ്പ് ആൻഡ് യൂസ് അനലിറ്റിക്കൽ മെത്തേഡ് ഈ ഒരു കെമിക്കൽ പ്രോസസ്സിൽ മാക്സിമം ഡെവലപ്പ് ചെയ്യുകയും യൂസ് എടുക്കുകയും ചെയ്യാം. പിന്നെ early detection of hazardous substance helps in preventing waste and halting dangerous reaction. അപ്പൊ നമുക്ക് ഈ ഒരു എന്തുവാണ് നമ്മളൊരു കെമിക്കൽ യൂസ് ചെയ്യുന്നു, ആ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വേസ്റ്റിനെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള റിയാക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എക്സസ് യൂസ് ഓഫ് റിയേജൻസിന്റെ എക്സസ് യൂസിനെ റെഡ്യൂസ് ചെയ്യിക്കുക, ബൈ പ്രൊഡക്ട്സിന്റെ ഫോർമേഷനെയും റെഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ 12ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻഹറന്റ്ലി സേഫർ കെമിസ്ട്രി ഫോർ ആക്സിഡന്റ് പ്രിവെൻഷൻ. അപ്പൊ സേഫർ ആയിട്ടുള്ള കെമിസ്ട്രി നമുക്ക് ഫ്യൂച്ചറിൽ ആക്സിഡന്റ് പ്രിവെൻഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതായത് കെമിക്കൽസ് ആൻഡ് പ്രോസസ് ദാറ്റ് മിനിമൈസ് റിസ്ക് ഓഫ് ആക്സിഡന്റ് ലൈക്ക് എക്സ്പ്ലോഷൻ ഫയർ ആൻഡ് ലീക്സ്. ഫയർ ലീക്സ് പോലുള്ള ആക്സിഡന്റ്സിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള, അതായത് അങ്ങനെയുള്ള ഒത്തിരി പ്രോബ്ലം ഇല്ലാത്ത കെമിക്കൽസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വോളറ്റൈലും ഫ്ലാമബിളും ഹൈലി ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ സേഫ് ആയിട്ടുള്ള സ്റ്റോറേജും ഹാൻഡ്ലിങ്ങും ട്രാൻസ്പോർട്ടേഷനും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതാണ് എന്താണ് ആക്സിഡന്റൽ പ്രിവെൻഷന് വേണ്ടിയിട്ട് പ്രിവെൻഷന് സഹായിക്കുന്നത് 12ാമത്തെയാണ്. അതുപോലെ തന്നെ സോൾവെന്റ്സിനെ റീസൈക്കിൾ ചെയ്യുക, ലെസ് ഹസാർഡ് ആയിട്ടുള്ള ഫോംസ് ഓഫ് കെമിക്കൽസിനെ എന്തുവാണ് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് കൂടുതലായിട്ടും എന്തുവാണ് സേഫ്റ്റിക്കും എൻവയോൺമെന്റൽ ഹെൽത്തിനും ഒക്കെ ഏറ്റവും ആവശ്യമാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് ആറ്റം എക്കോണമിയാണ്. ട്രഡീഷണലി വി യൂസ് റിയാക്ഷൻ ഈൽഡ് ടു മെഷർ ദ എഫിഷ്യൻസി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അതായത് റിയാക്ഷൻ ഈൽഡ് എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ എമൗണ്ട് ഓഫ് ദി പ്രോഡക്റ്റ്. അതായത് നമുക്ക് ഫോം ചെയ്ത പ്രോഡക്റ്റും നമുക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിൽ നിന്ന്, അതായത് കിട്ടിയ പ്രോഡക്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിനെ ഇൻറ്റു ചെയ്ത് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ നമുക്ക് ദിസ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ സൈഡ് പ്രോഡക്ട്സ്, വേസ്റ്റ്, അൺയൂസ്ഡ് റിയാക്ടൻസ് ആൻഡ് സോൾവെന്റ്. അപ്പൊ നമുക്ക് റിയാക്ഷൻ ഈൽഡ് കിട്ടും. അത് സൈഡ് പ്രോഡക്റ്റിനെയോ വേസ്റ്റിനെയോ അൺയൂസ്ഡ് ആയിട്ടുള്ള റിയാക്ടൻസിനെയോ സോൾവെന്റിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.
അപ്പോൾ നമുക്ക് സസ്റ്റൈനബിലിറ്റി ഓഫ് ദ റിയാക്ഷൻ എന്തുവാണ് അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആറ്റം എക്കണോമി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു പാരി ട്രോസ്റ്റ് ആണ്. അത് 1991 ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ഈൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ആറ്റം എക്കോണമി നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് മോളിക്കുലർ മാസ് ഓഫ് ഡിസൈർഡ് പ്രോഡക്റ്റ് ഡിവൈഡ് മോളിക്കുലർ മാസ് ഓഫ് ഓൾ പ്രോഡക്റ്റ് ഇൻറ്റു 100. അപ്പൊ നമുക്ക് എന്തുവാണ് ആറ്റം എക്കോണമി കിട്ടും. അപ്പോൾ അൺയൂസ്ഡ് ആയിട്ടുള്ള റിയാക്ടൻസും പ്രോഡക്ട്സും ഒന്നും അതിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് വഴി ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അഡീഷൻ റിയാക്ഷനിലാണെങ്കിൽ എക്സാമ്പിൾ പ്രൊപ്പീൻ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്തു 1 ഡൈ ബ്രോമോ പ്രൊപ്പൈൻ കിട്ടി. അപ്പൊ അവിടെ നമുക്ക് എന്താണ് സൈഡ് പ്രോഡക്റ്റ് ഒന്നും ഇല്ല അല്ലെ. പിന്നെ ഉള്ളത് ഇതിന്റെ ഈ ഒരു ഡൈസ് ആൽഡ് റിയാക്ഷനിൽ സൈക്ലോ അഡീഷൻ, അപ്പൊ അതൊരു അഡീഷൻ റിയാക്ഷൻ ആണ്. 1,3 ബ്യൂട്ടഡ് അയൻ എത്തീനുമായിട്ട് റിയാക്ട് ചെയ്ത് സൈക്ലോ ഹെക്സൈൻ ഉണ്ടാവും. അപ്പൊ ആറ്റം എക്കോണമിയിൽ ഈ ഒരു സൈക്ലോ ഹെക്സൈന്റെ മോളിക്കുലർ മാസ് എടുക്കുക, അതിനെ എന്തുവാണ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് 1,3 ബ്യൂട്ടഡ് അയനും, അതായത് ഓവറോൾ പ്രോഡക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ എന്നിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 100% എഫിഷ്യൻസിയാണ് കിട്ടുന്നത്. അത് ആറ്റം എക്കോണമിക്കലാണ്. അപ്പോൾ ഇത് എന്തുവാണ് 100% എഫിഷ്യന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ റീഅറേഞ്ച്മെന്റ് റിയാക്ഷനിലാണെങ്കിൽ നമുക്ക് എന്താണ് ക്ലെയ്സൺ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരുപാട് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ ക്ലെയ്സൺ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ ആണ്. ഇവിടെ ആ ഒരു സ്ട്രക്ചർ കണ്ടോ, അത് 200 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് റീഅറേഞ്ച് ചെയ്ത് അത് അടുത്ത പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അതിന്റെ സ്ട്രക്ചറിന് എന്താണ് അതിന്റെ എന്താണ് ആ ഒരു ഹെച്ചും റീപ്ലേസ് ചെയ്തു. പിന്നെ എന്താണ് ബോണ്ട് ചേഞ്ചസ് വന്നു. ഇപ്പൊ ആറ്റം എക്കോണമിയിൽ നമുക്ക് ആ ഒരു നമുക്ക് കിട്ടിയ റിയാക്ടന്റും പ്രോഡക്റ്റും ഒക്കെ ഈക്വൽ ആണ്. അപ്പൊ അതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 100 തന്നെ കിട്ടും. അപ്പൊ അത് ആറ്റം എക്കോണമിക്കലി എന്താണ് 100% എഫിഷ്യന്റ് ആണെന്നുള്ളത് നമുക്ക് റീഅറേഞ്ച്മെന്റ് റിയാക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മുന്നുള്ള ക്ലാസ്സുകളിൽ, അതായത് മുന്നുള്ള എന്താണ് നമ്മുടെ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ അതായത് എ ബി എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് അത് സി യു ആയിട്ട് റിയാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. അതായത് അവിടെ ബി അവിടെ എക്കും ബിക്കും ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ കാർബൺ വന്ന് അറ്റാച്ച് ചെയ്തു. ബി അവിടെ സെപ്പറേറ്റ് ആയി. ഇതാണ് ഡിസ്പ്ലേസ്ഡ് ആറ്റം എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അത് ആ ഒരു ഫൈനൽ പ്രോഡക്റ്റിന്റെ പാർട്ടുമായിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ ഡിസൈഡ് പ്രോഡക്റ്റിന്റെ പാർട്ടായിട്ട് മാറുന്നില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും 100%-നേക്കാളും ലെസ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈഥൈൽ പ്രൊപ്പനോയേറ്റ് മീഥൈൽ അമീൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, അതായത് ഒരു എക്സാമ്പിൾ ആണ്. അത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു എസ്റ്ററിന്റെ കൺവേർഷൻ അമൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈഥൈൽ പ്രൊപ്പനോയേറ്റ് മീഥൈൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് അമൈഡും എത്തനോളും കിട്ടി. അതിന്റെ ഓരോന്നിന്റെയും ആറ്റം എക്കോണമി കണ്ടുപിടിക്കുക. അതായത് നമുക്ക് എന്തുവാണ് ആ ഒരു റിയാക്ടൻസിന്റെ മോളിക്കുലർ മാസ് ഓഫ് ഡിസൈഡ് പ്രോഡക്റ്റും മോളിക്കുലർ മാസ് ഓഫ് ഹോൾ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ മോളിക്കുലർ മാസ് ഓഫ് ഈഥൈൽ പ്രൊപ്പനോയിറ്റ് കണ്ടുപിടിക്കുക, അതുപോലെ മോളിക്കുലർ മാസ് ഓഫ് മീഥൈൽ അമീൻ കണ്ടുപിടിക്കുക, ടോട്ടൽ മോളിക്കുലർ മാസ് ഓഫ് റിയാക്ടന്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ മോളിക്കുലർ മാസ് ഓഫ് അമൈഡിന്റെ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100. അപ്പൊ നമുക്ക് 65.41% ആണ് കിട്ടുന്നത്. അപ്പോൾ 100%-നേക്കാളും കുറവാണ്. അപ്പോൾ എഫിഷ്യൻസി കുറവാണ്. അപ്പോൾ എലിമിനേഷൻ നെക്സ്റ്റ്, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മനസ്സിലായല്ലോ. ദെൻ എലിമിനേഷൻ റിയാക്ഷനിൽ സ്മോൾ മോളിക്യൂളിലേക്ക് വാട്ടർ, അമോണിയ പോലുള്ള എലിമിനേറ്റ് ചെയ്യുന്നു. അവിടെ ലീസ്റ്റ് ആറ്റം എക്കണോമിക്കലാണ്. ഇവിടെ നമുക്ക് ഹോഫ്മാൻ എലിമിനേഷൻ റിയാക്ഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 100%-നേക്കാളും കുറവാണ്. കാരണം മോളിക്കുലർ മാസ് ഓഫ് പ്രൊപ്പീൻ എടുക്കുക, അതുപോലെ മോളിക്കുലർ മാസ് ഓഫ് റിയാക്ടന്റ് എടുക്കുക. നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയ റിയാക്ടന്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 35.3%, അതായത് 100%-നേക്കാളും കുറവാണ്, ഒത്തിരി കുറവാണ്. അപ്പൊ നമുക്ക് അവിടെ എഫിഷ്യൻസി കുറവാണ്. അപ്പോൾ ഹൈ ആറ്റം എക്കോണമി എന്ന് പറയുന്നത് മോർ ഗ്രീനർ ആണ്, മോർ എഫിഷ്യന്റ് ആണ്, അവിടെ വേസ്റ്റ് കുറവാണ്. പിന്നെ ആറ്റം എക്കോണമി ഹെൽപ്സ് ഇൻ സെലക്ടിങ് ബെറ്റർ സിന്തറ്റിക് റൂട്ട്, അതായത് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു പ്ലാനിങ് സ്റ്റേജിൽ തന്നെ നമുക്ക് എന്താണ് സിന്തറ്റിക് റൂട്ട്സ്, ബെറ്റർ ആയിട്ടുള്ള സിന്തറ്റിക് റൂട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കോസ്റ്റ് കൺസിഡർ ചെയ്യുക, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സേഫ്റ്റി കൺസിഡർ ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്വേ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻവയോൺമെന്റൽ സേഫ്റ്റിയും കോസ്റ്റും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഉള്ളത് ഇതിന്റെ സമ്മറിയാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ.
അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷൻ ആണ്, പേപ്പേഴ്സ് ആണ്. അതിൽ ഉള്ള എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാർംഫുൾ ആയിട്ടുള്ള ഇൻസിഡന്റ് ഏതൊക്കെയാണ്, DDT ഇഫക്ട്, അതുപോലെ താലിഡോമൈൻ, ലവ് കനാൽ, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് കെമിക്കൽ എൻവയോൺമെന്റ് സേഫ്റ്റി എല്ലാം ഇത് എന്തുവാണ് ഈ ഒരു പ്രോബ്ലംസ്, ഈ ഇൻസിഡൻസ് ഒക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഈ ഒരു എന്തുവാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പൊ ഈ ഒരു ഇൻസിഡൻസ് ട്രിഗർഡ് ദ ഗ്ലോബൽ അവയർനെസ് ആൻഡ് ലെജിസ്ലേറ്റീവ് എഫേർട്സ് ടു പ്രൊട്ടക്ട് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് ലീഡിംഗ് ടു ബർത്ത് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. അങ്ങനെയാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ ആ ഒരു ഉത്ഭവത്തിന് അല്ലെങ്കിൽ അതിന്റെ ഒരു ജനനത്തിന് അല്ലെങ്കിൽ അതിന്റെ ഒരു ആരംഭത്തിന് തന്നെ കാരണമായത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നപ്പോൾ ഒരു ഗ്ലോബൽ അവയർനെസ്സിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ കീ കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് വേസ്റ്റ് പ്രിവെൻഷൻ, കോസ്റ്റ് എഫിഷ്യൻസി, ഓക്സിലറി സബ്സ്റ്റൻസ്, എനർജി എഫിഷ്യൻസി. അപ്പോൾ വേസ്റ്റ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് റിയാക്ഷൻ മിനിമൈസ് ചെയ്യുക, പിന്നെ ബൈ പ്രോഡക്ട്സ് ആൻഡ് വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് മോർ കോസ്റ്റ്ലി ആയിരിക്കും. അതായത് നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസിനെക്കാളും കൂടുതലായിരിക്കും വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു കീ കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഓക്സിലറി സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ സോൾവെന്റ്, അതുപോലെ സെപ്പറേഷൻ ഏജന്റ് പോലുള്ളതൊക്കെ മാക്സിമം എന്തുവാണ് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുകയോ ചെയ്യുക. പിന്നെ എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത് റിയാക്ഷൻ ഷുഡ് ബി കണ്ടക്റ്റഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വെൻ പോസിബിൾ. നമുക്ക് ഒത്തിരി എനർജി കൊടുക്കാതെ മാക്സിമം റൂം ടെമ്പറേച്ചറിലും പ്രഷറിലും ഒക്കെ കൊടുത്ത് നമ്മൾ റിയാക്ഷൻ നടത്തുക. അപ്പോൾ എനർജി എഫിഷ്യന്റ് ആയിരിക്കും. അതുപോലെ തന്നെ മോഡേൺ മെത്തേഡ് ലൈക്ക് മൈക്രോവേവ്സ്, അൾട്രാസൗണ്ട് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് എനർജി യൂസ്. റോ മെറ്റീരിയൽ ഷുഡ് ബി റിന്യൂവബിൾ. എന്താണ് റോ മെറ്റീരിയൽസ് നമുക്ക് റിന്യൂവബിൾ യൂസ് ചെയ്യുക. നോൺ റിന്യൂവബിൾ ആകുമ്പോൾ നമുക്ക് എന്താണ് കൂടുതലായിട്ടുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ റിയാക്ഷൻ ടൈപ്പ് ആൻഡ് ആറ്റം എക്കോണമി. അഡീഷൻ റിയാക്ഷൻ, അവിടെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല, 100% ആറ്റം യൂട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ റീഅറേഞ്ച്മെന്റ് റിയാക്ഷനിൽ എഫിഷ്യന്റ് ആണ്, വേസ്റ്റ് ഫ്രീ ആണ്, ഓൾ ആറ്റംസ് ഓർഗനൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലാണെങ്കിൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ഗ്രൂപ്പ്സ് ലീവ് ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എലിമിനേഷൻ റിയാക്ഷനിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്മോൾ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ എന്താണ് ലെസ് ആറ്റം എഫിഷ്യന്റ് ആണ്. അപ്പോൾ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് 100% എഫിഷ്യന്റ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു ഡിസാസ്റ്റർ ഓഫ് ലവ് കനാലിന്റെ ഡിസാസ്റ്റർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പാർട്ടിലൊക്കെ പഠിച്ചതാണ്. എന്താണെന്നുള്ളത് എഴുതുക. EP എന്താണെന്നുള്ളത്, അതിന്റെ ഫുൾ ഫോം, അതിന്റെ റോൾ എന്താണെന്നുള്ളത് എഴുതുക. ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ ദ ഇയർ 2005. ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ റിഫർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അത് ആദ്യം പഠിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ വൈ ഷുഡ് അൺനെസസറി എന്താണ് ഡെറിവേറ്റൈസേഷൻസ് ബി അവോയ്ഡഡ് വൈൽ പ്ലാനിങ് ദ കെമിക്കൽ സിന്തസിസ്. ഇതെന്താണെന്നുള്ളതും ക്ലിയർ ആണല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതൊന്ന് നിങ്ങൾ നന്നായിട്ട് എക്സാമിൻ എഴുതുക. ഹൗ ഈസ് ദ യൂസ് ഓഫ് കാറ്റലിസ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രിൻസിപ്പിൾ ഹൗ ഗ്രീൻ കെമിസ്ട്രി. അപ്പോൾ കാറ്റലിസ്റ്റിന്റെ യൂസ് എന്താണ്, എങ്ങനെയാണ് അതുകൊണ്ടുള്ള ഗുണം എന്താണ്, പെട്ടെന്ന് തന്നെ അതായത് റിയാക്ഷൻസ് നടക്കാനും അതുപോലെ തന്നെ എൻവയോൺമെന്റ് സേഫ്റ്റിക്കും, പിന്നെ എനർജി ആവശ്യമില്ല, എനർജി കുറവാണ് വേണ്ടത്, പിന്നെ നമുക്ക് വേസ്റ്റ് കുറവാണ്, അതായത് ബൈ പ്രോഡക്റ്റ് കിട്ടുന്നത് കുറവായിരിക്കും, അതായത് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. പിന്നെ ഹൗ ക്യാൻ സോൾവെന്റ്സ് ക്യാൻ ബി ഹാർംഫുൾ വിത്ത് ഹ്യൂമൻ ഹെൽത്ത് ഓർ ദ എൻവയോൺമെന്റ് എക്സ്പ്ലെയിൻ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതെല്ലാം ക്ലിയർ ആയിട്ട് എഴുതുക. പിന്നെ കാൽക്കുലേറ്റ് ദ ആറ്റം എക്കോണമി ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ. ഇത് എക്സാമ്പിൾ സഹിതം നമ്മൾ ഈ ഒരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ആറ്റം എക്കോണമിയുടെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുക, അത് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പം എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവും ഈ ഒരു ആറ്റം എക്കോണമി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ആദ്യം എന്താണ് ആറ്റം എക്കോണമി കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. പ്രോഡക്റ്റിന്റെ ഈ ഒരു മോളിക്കുലർ മാസും ഡിവൈഡഡ് ബൈ ഈ ഒരു റിയാക്ടൻസിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആറ്റം എക്കോണമി കിട്ടും. ഓക്കെ. അപ്പൊ ഇന്നത്തെ ചാപ്റ്റർ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ വരുന്നുണ്ടെന്നേ ഉള്ളൂ.
അതൊക്കെ നിങ്ങൾ വരച്ച് പഠിക്കുക. അഡീഷൻ റിയാക്ഷൻ വരുമ്പോൾ, എലിമിനേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ്, അതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അത് എക്സാമിന് അത് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു എന്തുവാണ് റിയാക്ഷനും കൂടെ നിങ്ങൾ വരച്ചിട്ട് എഴുതുകയും കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ വീണ്ടും കാണാം. താങ്ക്